ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്ത ഒരു ഫ്രോക്കാണ്. പ്ലെയിൻ ആയിട്ടായിരുന്നു ക്ലോത്ത് ഉണ്ടായിരുന്നത്. കണ്ടില്ലേ, ഈ ഒരു കളറിൽ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്താണ് ഞാൻ വാങ്ങിച്ചത്. ജോർജറ്റാണ്, 3.5 മീറ്റർ ഉണ്ട്. അത് വെച്ചിട്ട് ഫ്രോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ, നെക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ യോക്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഇതിന് നെക്ക് പാച്ചസ് എന്നോ ലെഗ് ലൈൻ അങ്ങനെയൊക്കെ പറയും. നമുക്ക് ത്രെഡ് ഹൗസ് നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു പീസ്. ഇത് നമുക്ക് ഡയബിളാണ്, ഏത് കളറിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ വാങ്ങിക്കുമ്പോൾ ഈ ഒരു കളറിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കളറൊന്നും ചേഞ്ച് ചെയ്തില്ല, ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണിത് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നേ ഉള്ളൂ. 13 ഇഞ്ച് ലെങ്ത്തും പിന്നെ വിഡ്ത്ത് വരുന്നിട്ട് 11 ഇഞ്ച് എങ്ങനെയാണ് വിഡ്ത്ത് വന്നിട്ടുള്ളത്. പിന്നെ നെക്കും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ക്ലോത്തിൽ നമ്മുടെ ജോർജറ്റിൽ ആദ്യം ക്ലോത്തിനെ 2ആയിട്ട് മടക്കി ഇനി അതിനെ ഒന്ന് 4 ഫോൾഡ് ചെയ്ത് വെക്കുക. നമ്മളിപ്പോൾ യോക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ ഇതേപോലെ 4ആയിട്ട് മടക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് അടുത്ത കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ യോക്കിൻ്റെ ലെങ്ത്ത് എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് കൊടുക്കണം. സാധാരണ എത്രയാണോ നിങ്ങൾ അളന്നിട്ട് എടുക്കാറ് അത്ര തന്നെ എടുത്താൽ മതി. അല്ലാണ്ട് അതിന് ഈ ഒരു ഡിസൈൻ വെക്കുന്നതുകൊണ്ട് സ്പെഷ്യലായിട്ടൊന്നും നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തണ്ട. നമ്മളിപ്പോൾ 14 യോക്ക് ലെങ്ത്ത് എടുക്കുന്നത്, 14 എടുക്കുക. ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ വെച്ച് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു അളവ് എടുക്കണം എന്നില്ല. കാരണം ഇതിപ്പോൾ 13 ഉള്ളൂ യോക്കിൻ്റെ ലെങ്ത്ത് ഈ ഒരു പീസിൽ. നമുക്കിപ്പോൾ ഒരു 14 വേണ്ടതെങ്കിൽ 14 തന്നെ എടുക്കുക, 15 തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ നോർമലി 14 എങ്ങനെയാണ് എടുക്കാറ്. 14 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഷോൾഡർ, അപ്പോൾ എത്രയാണ് നിങ്ങളുടെ അളവ് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ ഒരു സ്മോൾ സൈസ്, മീഡിയം ആ ഒരു റേഞ്ചിലാണ് ഞാൻ എടുക്കാറ്. അപ്പോൾ ഇതേപോലെ എത്രയാണോ അളവ് വരുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇതേപോലെ യോക്ക് പോർഷൻ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ യോക്ക് പോർഷൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെയിം തന്നെ എന്ത് ചെയ്യണം, യോക്ക് ലൈനിങ് ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതേ സെയിം അളവ് വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങും കൂടി എന്ത് ചെയ്യുക, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്യുന്നത്. സെയിം ആ ഒരു അളവ് വെച്ചിട്ട് ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉണ്ടല്ലേ, അപ്പോൾ ഇതേപോലെ ലൈനിങ് കൂടിയും കട്ട് ചെയ്തെടുക്കുക. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ താഴത്ത് വരുന്ന പോർഷൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് ഫ്ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ലൈനിങ്ങുമായി യോക്കുമായി ഈ ഒരു മേലെ വെക്കാനുള്ള പീസും റെഡി ആയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് കണ്ടില്ലേ, ഈ ഒരു ബോട്ടം വരുന്ന ഭാഗമാണ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ക്ലോത്തിനെ 2ആയിട്ട് മടക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുത്തതാണ്. ഇനി ഈ ഒരു ഭാഗത്ത് അളവ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്, നമ്മുടെ യോക്കിൻ്റെ എൻഡിലത്തെ അളവ്, ഓക്കെ, നമ്മുടെ ഷേപ്പൊക്കെ വരുന്ന അവിടുത്തെ അളവാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങളുടെ അളവ് വരുന്നത് അതിൽ 4/1 ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് അതും കൂടിയും കൊടുത്തിട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. എത്രയാണോ നിങ്ങളുടെ യോക്കിൻ്റെ, അല്ലെങ്കിൽ യോക്കിൻ്റെ എൻഡ് ഭാഗം ഉണ്ടല്ലോ, അതിവിടെ വെച്ചിട്ട് അളവെടുത്ത് വരച്ചാലും മതി. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് യോക്ക് കഴിഞ്ഞിട്ട് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ 40 ആവാം, 45 ആവാം. അത് ഓരോ ആൾക്കാരെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ഇത് വരിക. അപ്പോൾ അത് ഇതേപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓരോരോ ഭാഗത്തും ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ ഒരു ആർച്ച് പോലെയായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ ആർച്ച് പോലെയായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മുന്നേയൊക്കെ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈന്, എന്നാലും കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈഡിലൊക്കെ വരുന്ന പീസ് എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ വെച്ചിട്ട് അതിനെന്ത് ചെയ്യുക, ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ചിലപ്പോൾ ലെങ്ത്ത് എത്തില്ല. അപ്പോൾ ഇതേപോലെ പീസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 44 വിടുത്ത് വരുന്ന ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് എങ്ങനെയായാലും സൈഡിൽ പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. 60 അങ്ങനെയൊക്കെ വരുന്ന ക്ലോത്ത് ആകുമ്പോൾ അതിൻ്റെ ആവശ്യം വരാറില്ല. എന്നാലും അധികവും നമുക്ക് കിട്ടുക 44 ആ ഒരു വിടുത്തുള്ള ഫാബ്രിക് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും സൈഡിലൊരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടി വരും. അത് കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ അറിയൂല, മനസ്സിലാവാത്ത രീതിയിൽ അതങ്ങ് പോവും. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്ലീവാണ്, മുട്ടുവരെ വരുന്ന പോലെയുള്ള ഒരു സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്ത് വെക്കാനുള്ള ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങും നമ്മുടെ നല്ല ക്ലോത്തും ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്കൊന്ന് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഈ ഒരു പീസിൽ നമ്മൾ നെക്കോ കാര്യങ്ങളോ ഒന്നും മാർക്ക് ചെയ്ത് കൊടുക്കുന്നില്ല. അതെന്താണെന്നുള്ളത് പറയാം. അത് നമ്മൾ ലൈനിങ്ങും നല്ല പീസും ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗമാണ് ഇതിപ്പോൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, ലൈനിങ്ങിൻ്റെ ഭാഗമാണ് ഇതേപോലെ വെച്ചിട്ടുള്ളത്.
ഇനി നമ്മുടെ ഈ ഒരു പീസിനെ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ ഭാഗത്ത് നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശം അതേപോലെ ഞാനിപ്പോൾ എങ്ങനെയാണോ വെച്ചിട്ടുള്ളത് താഴത്താണ് ഇതിന് ഡിസൈൻ വരുന്നത്, കണ്ടില്ലേ? ലൈനിങ്ങിൻ്റെ ഭാഗത്ത് നമ്മുടെ ഈ ഒരു മുത്തൊക്കെ പിടിപ്പിച്ച ഭാഗം അവിടെ ഫേസ് ടു ഫേസ് വരുന്ന പോലെ വെക്കുക. മനസ്സിലായി? ഇതേപോലെയാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈനിങ്ങിൻ്റെ വശത്ത് എന്താ പറയുക വെച്ച് എന്നിട്ട് നമ്മുടെ ഈ ഒരു മേലെ വരുന്ന ആ ക്ലോത്തിനെ കമഴ്ത്തിയിട്ട് ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ആദ്യം ഇതേപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. അത് സെൻട്രൽ തന്നെ കറക്റ്റ് വെക്കണം. അതാണ് നിങ്ങൾക്ക് ടാസ്ക് എന്ന് പറയാനുള്ളത്. ടാസ്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ വൺ സൈഡ് ആയിട്ടുള്ള ഫൂട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കണ്ടില്ലേ ഈ ഒരു സൈഡിൽ വരുന്ന ഫൂട്ടാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് എന്താ പറയുക, ഈസി ആയിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റി, സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റി. ആ ഒരു പേളോ കാര്യങ്ങളോ ഒന്നും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ടില്ല. കാരണം വൺ സൈഡ് ആയിട്ടുള്ള ഫൂട്ടാകുമ്പോൾ നമുക്ക് നീറ്റായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ ഒരു ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാണുക, എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു പീസ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ? അപ്പം നമ്മുടെ നല്ല വശത്ത് ഈ ഒരു ഡിസൈൻ വരുന്നത് നല്ല വശത്തായിട്ട് തന്നെ വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡ് വരുന്നുണ്ടല്ലോ, ഈ സൈഡ് ഇങ്ങനെ ഇടാൻ പറ്റൂലല്ലോ, അത് നമുക്ക് മടക്കി തയ്ക്കണ്ടേ. എങ്ങനെയായാലും ആ സൈഡിൽ അവരെന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് പ്ലെയിൻ ആയിട്ട് വരുന്ന നെറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വൺ സൈഡ് ഫൂട്ട് തന്നെ യൂസ് ചെയ്യുക. നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന ഫൂട്ട് അവൈലബിൾ ആണ്. ഒരു സൈഡ് മാത്രമല്ല, ലെഫ്റ്റും റൈറ്റും വരുന്ന ഫൂട്ട് കിട്ടാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ എൻ്റെ കണ്ടില്ലേ ഈ ഒരു ഫൂട്ട് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ആ ഒരു ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു പേളിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത പോലെ നമ്മുടെ സ്റ്റിച്ചിന് എന്താ പറയുക അങ്ങനെ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു വൺ സൈഡ് ഫൂട്ടൊക്കെ ആകുമ്പോൾ. അപ്പോൾ കണ്ടില്ലേ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം ചെയ്തെടുത്ത് അതേപോലെ ലെഫ്റ്റ് സൈഡും ചെയ്തെടുത്ത് നെക്കും ഫിനിഷ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ആ ഒരു യോക്കിൽ ഫിറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ആകുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്ത്. ഇതിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിച്ചാണെന്ന് തോന്നുള്ളൂ, കാരണം അത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ഞാൻ വാങ്ങിച്ചു തന്നെ. ഇനി നമുക്ക് ബാക്ക് നെക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് നെക്ക് പോലും കട്ട് ചെയ്യാതെ വെച്ചത്. കാരണം നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പീസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ബാക്ക് നെക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ ബാക്ക് നെക്കിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് വെട്ടിയെടുക്കാം. കണ്ടില്ല? അതേപോലെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു വരച്ച വരയിൽ തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കുറച്ച് ആ ഒരു സ്റ്റിച്ച് കൊടുക്കാനുള്ളൊരു 4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്താൽ മതി. അത്രയും ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതും എന്ത് ചെയ്യുക, ലൈനിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്താ പറയുക, സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുന്നതാണ്, അല്ലാണ്ട് വേറെ പീസ് വെക്കുന്നില്ല. ഇനിയിപ്പോൾ പീസ് വെച്ച് ചെയ്യണമെന്നുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് എളുപ്പമായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതിനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് നമ്മളിതാ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് പീസും ഈ ഒരു പീസുമായിട്ട് ഷോൾഡർ തമ്മിൽ നിന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ലൈനിങ് പീസിൻ്റെ ഇതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് നീറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ, അല്ലാണ്ട് വെക്കുന്നതും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണൂല, നല്ല നീറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ലീവാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു എന്താ പറയുക, മുട്ട് വരെ മാത്രം വരുന്ന ഒരു കുഞ്ഞ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ഇനി സ്ലീവിൻ്റെ എൻഡിൽ എന്താ പറയുക, ചെറിയൊരു ലേസ്, ഈ ഒരു ഓഫ് വൈറ്റിൻ്റെ തന്നെ ഒരു ചെറിയൊരു ത്രെഡ് വർക്ക് വരുന്ന പോലത്തെ ലേസാണ്, അതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ. കാരണം കുറച്ചൊന്ന് എന്താ പറയുക ഡിസൈൻ ഇരുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്താണ്. അതിൽ പേൾ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്ക് അങ്ങനത്തെ ലേസ് കിട്ടിയില്ല. അതേപോലെ തന്നെ കിട്ടിയിരുന്നതിൽ ശരിക്കും പക്ക റെഡിമെയ്ഡിൻ്റെ ഒരു ഫീൽ കിട്ടും. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ താഴത്ത് വെക്കാനുള്ള പീസ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അത് ഇതേപോലെ ലൈനിങ്ങും നല്ല പീസുമായിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ നല്ല പീസും ലൈനിങ് പീസും ഒന്നിച്ച് ഇതേപോലെ വയ്ക്കുക. എന്നിട്ട് ഒരൊറ്റ സ്റ്റിച്ചിൽ അത് രണ്ടും അതിൽ സെറ്റ് ആയിക്കോളും. അത് അങ്ങനെയാണ് ചെയ്യുന്നത് നല്ലത്. ഇപ്പം ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഈ
ഇതിൻ്റെ താഴത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക, നമുക്ക് വൺ സൈഡ് ഫൂട്ട് വെച്ച് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേളിൽ വർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ പോയിട്ട് സ്റ്റിച്ചായിട്ട് സൂചി പൊട്ടുകയോ അങ്ങനെയൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോണൊക്കെ വരുന്ന വർക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു വൺ സൈഡ് ഫൂട്ട് തന്നെയാണ് യൂസ് ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ ബാക്കും ഫ്രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോഡി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബോഡി ഷേപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇവിടുന്ന് സ്ലീവിൻ്റെ ഇവിടുന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ താഴത്ത് വരയ്ക്കും ഒന്നിച്ച് ചെയ്യുന്നില്ല. എപ്പോഴും വീഡിയോ പറയുന്നത് തന്നെയാണ്, എന്നാലും പുതുതായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ വരെ മാത്രമാണ് നമ്മൾ ഒന്നിച്ച് ചെയ്യുന്നുള്ളൂ. എന്താ പറയുക, സ്ലീവിൻ്റെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ വരെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ ഫുൾ ഫിനിഷായി. ആ ഒരു ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഡിസൈൻ മാത്രമേ ഇതിൽ എന്താ പറയുക, ആ ഒരു ഹെവി ഡിസൈൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ആ ഒരു റെഡിമെയ്ഡ് ടച്ച് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആ ഒരു വർക്ക് വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ത്രെഡ് ഹൗസിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞ് നമുക്ക് അതേപോലത്തെ എന്താ പറയുക നെക്ക് പാച്ചസ് എന്നൊക്കെയാണ് പറയുന്നത്. ഓൺലൈനിലും കിട്ടുന്നുണ്ട്, മീഷോയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്